ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം ആണ്. ബീഫ് കറി, ബീഫ് ലിവറിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്ന കറിയാണ്. വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്നാണ് ഇതിന്റെ പേര്. ഈ വീഡിയോ കണ്ടിട്ട് ഇത് വാങ്ങണമെന്ന് തോന്നാണെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിക്കാം. ഇത് വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്നാണ് പേര്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്തത്. ഇതിന്റെ ഉള്ളില് പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ഇവര് മൂടിയിരിക്കുന്നത്. നല്ല കവറിംഗ് ഒക്കെ ആയിട്ട് ഇത് ഞാൻ പുറത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബീഫിനൊക്കെ നുറുക്കില്ലേ, അതേപോലെ ഞാൻ ഇത് നുറുക്കി എടുക്കാണ്. ഇനി ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കണം. അതിനായിട്ട് 3 സബോള, 2 തക്കാളി, പിന്നെ 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി ചതച്ചതും, പിന്നെ നമ്മള് വേപ്പിലയും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോ ഇനി ചീഞ്ചട്ടി എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി നിൽക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 4 എണ്ണം നീളത്തിൽ അരിഞ്ഞത് ഇട്ടു. പിന്നെ നമുക്ക് തക്കാളി 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 സബോള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേപ്പിലയും ഇതിലേക്ക് ഉരിഞ്ഞിടാം. അത് കഴിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, അതായത് 1/4 സ്പൂണ്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗരം മസാല നമ്മൾ 1/4 സ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 100 മില്ലി വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് നേരം ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല ഒക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 300 ml വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മുളക് പൊടിയൊക്കെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വീഡിയോ ട്രൈ ചെയ്യണം. അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.